അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 3 വാക്യം നമുക്ക് വായിക്കാം. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനൻ കണ്ടു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. സ്വപ്നക്കാരൻ എന്ന് സ്വന്തം സഹോദരന്മാരാൽ വിളിക്കപ്പെട്ട ജോസഫ് തൻ്റെ അപ്പൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാനും നിൻ്റെ അമ്മയും നിന്നെ വണങ്ങുവാൻ വരുമോ എന്ന ചോദ്യം കേട്ടവനായ ജോസഫ് ഇപ്പോൾ ഇതാ സ്വന്തം സഹോദരന്മാർ തൻ്റെ പിതാവ് മേടിച്ചു തന്ന പുതിയ അങ്കി ഊരിയെടുത്ത് ആടിൻ്റെ രക്തത്തിൽ മുക്കിയതിന് ശേഷം തൻ്റെ മകൻ ജോസഫിനെ കാട്ടുമൃഗം തിന്നുകളഞ്ഞുവെന്ന് യാക്കോബ് വിശ്വസിക്കുവാൻ തക്ക തെളിവോടെ തൻ്റെ അപ്പനായ യാക്കോബിനെ കൊണ്ടുപോയി കൊടുത്ത് ജോസഫിനെ അന്വേഷിക്കുവാനോ അവന് വേണ്ടി അപ്പൻ ഒന്ന് പ്രാർത്ഥിക്കുവാനോ പോലുമുള്ള സാഹചര്യം ഇല്ലാതാക്കി. തന്നെയുമല്ല, അങ്കി ഊരിയെടുത്ത് തന്നെ പൊട്ടക്കുഴിയിലിടുകയും മിസ്രൈമെ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് വിൽക്കുകയും ചെയ്തു. മിസ്രൈമെ കച്ചവടക്കാർ അവൻ്റെ ഫറവോൻ്റെ ഉദ്യോഗസ്ഥനായ പോത്തിഫറിനെ വിറ്റുകളഞ്ഞു. ജോസഫ് ഒരു അടിമയെപ്പോലെ അവിടെ തന്നെ കഴിയേണ്ടി വരും എന്നാണ് ഒരു പക്ഷെ ജോസഫ് പോലും ചിന്തിച്ചിരുന്നത്. എന്നാൽ അവൻ്റെ അപ്പൻ്റെ ദൈവത്തെ അപ്പനിൽ നിന്നും തന്നെ തിരിച്ചറിഞ്ഞ ജോസഫിന് മറ്റൊരു മക്കൾക്കുമില്ലാത്ത ഗുണവിശേഷം ഉണ്ടായിരുന്നു. യഹോവയെ എപ്പോഴും പ്രസാദിപ്പിക്കുന്ന ഗുണവിശേഷമായിരുന്നു അത്. ഒരു അടിമ തൻ്റെ ഭവനത്തിൽ വന്നാൽ ആദ്യമൊന്നും അവനെ യജമാനൻ അത്ര കണ്ട് വിശ്വസിക്കുകയില്ല. എന്നാൽ തൻ്റെ വീട്ടിൽ വന്ന ബാലനായ ജോസഫിനെ തൻ്റെ യജമാനനായ പോത്തിഫർ ശ്രദ്ധിക്കുകയാണ്. ദൈവദൂതനെപ്പോലെ ശോഭിക്കുന്ന അവൻ്റെ മുഖം, അവൻ്റെ പെരുമാറ്റം, സമയാസമയങ്ങളിലുള്ള അവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന, അനുസരണം, ഭയഭക്തി, സംസാരത്തിലുള്ള എളിമ, ജോസഫിൻ്റെ ജീവിതത്തിലെ അടുക്കും ചിട്ടയുമെല്ലാം പോത്തിഫർ മനസ്സിലാക്കി. തൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവയെ ജോസഫ് പോത്തിഫറിനെ പരിചയപ്പെടുത്തി കൊടുത്തത് തൻ്റെ ജീവിതത്തിൽ കൂടിയായിരുന്നു. അങ്ങനെ ജോസഫ് പരിചയപ്പെടുത്തി കൊടുത്ത യഹോവ ജോസഫിൽ ഉണ്ടെന്ന് പോത്തിഫറിനും മനസ്സിലായി. തന്നെയുമല്ല, പോത്തിഫർ നോക്കുമ്പോൾ ജോസഫ് വന്ന നാൾ മുതൽ താൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പോത്തിഫർ തിരിച്ചറിഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 37 മുതൽ 47 വരെയുള്ള അധ്യായങ്ങളിൽ ജോസഫിൻ്റെ ചരിത്രമാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുക. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഫറവോൻ്റെ ഉദ്യോഗസ്ഥനായ പോത്തിഫർ ജോസഫിലുള്ള യഹോവയെ കാണുവാൻ ഇടയായത് ജോസഫിൻ്റെ സാക്ഷ്യവും സാക്ഷ്യത്തിനനുസരിച്ചുള്ള അവൻ്റെ വിശുദ്ധ ജീവിതവുമായിരുന്നു. ജോസഫിന് ഈ ഭൂമിയിൽ കഷ്ടമുണ്ടായിരുന്നു, എന്നാൽ അത് അവനെ തകർക്കുവാനുള്ള സ്ഥിരമായ കഷ്ടമായിരുന്നില്ല. ദൈവം അവന് കൊടുത്ത ദർശനം സഫലമാകുവാൻ അവൻ അനുഭവിച്ച പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയേ തീരുമായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ജോസഫിൻ്റെ പൊരുളായ യേശുവിന് കഷ്ടമുണ്ടായിരുന്നു. മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ അത് കൂടിയേ തീരുമായിരുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്കും ഈ ഭൂമിയിൽ കഷ്ടമുണ്ടാകുമെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നാമും ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിക്കണം. വെളിപ്പാട് പുസ്തകം 2 അധ്യായം 7 വാക്യത്തിൽ എഫെസോസ് സഭയോട് യേശു കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ്: ജയിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നുവാൻ കൊടുക്കും. എഫെസോസ് സഭ നല്ല കാര്യങ്ങൾ യേശുവിന് വേണ്ടി ഒത്തിരി ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൊണ്ട് അവരുടെ പ്രവൃത്തികളെ യേശു നോക്കിയപ്പോൾ അവരിൽ ഒരു കുറവ് യേശു കണ്ടെത്തി. അവരുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ആദ്യ സ്നേഹം നഷ്ടപ്പെടുവാൻ കാരണം അവർ വീണു എന്നതാണ്. അവർ വീണത് പാപത്തിലായിരുന്നു. എഫെസോസ് സഭയിൽ കർത്താവിന് വേണ്ടി വലിയ വേലകൾ നടക്കുന്നുണ്ട്. അവരുടെ പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത, കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്ത അവസ്ഥ, അപ്പോസ്തലന്മാർ അല്ലാത്തവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് അവർ കണ്ടെത്തിയത്, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും ഞാൻ അറിയുന്നു. വെളിപ്പാട് പുസ്തകം 2 അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. എഫെസോസ് സഭയെപ്പോലെ ഇന്ന് ഭൂമിയിൽ ഏതെങ്കിലും സഭയുണ്ടോ? കാണുമായിരിക്കും.
ഈ സഭയുടെ പ്രശ്നം, ഇവർ എന്തെല്ലാം കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് യേശുവിനെ സ്നേഹിച്ചുകൊണ്ടല്ല ഇതെല്ലാം ചെയ്യുന്നതെന്ന് യേശുവിന് മനസ്സിലായി. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു എന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 21 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സഭ വചനം പ്രമാണിക്കാതെയാണ് യേശുവിന് വേണ്ടി വലിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് തൃപ്തി വരുന്നുണ്ട്, ആവശ്യം പോലെ ഫണ്ട് കിട്ടുന്നുണ്ട്, എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. യെശയ്യാ പ്രവചനം 5 അധ്യായം 12 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞും ഉണ്ട്. എന്നാൽ യഹോവയുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല, അവൻ്റെ കൈവേലയെ വിചാരിക്കുന്നതുമില്ല. ഞാൻ എഫെസോസ് സഭയെക്കുറിച്ചാണ് പറഞ്ഞത്. ഉദാഹരണത്തിന് യെശയ്യാ പ്രവചനം 5 അധ്യായം 12 വാക്യം വായിച്ചു എന്നേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ എഫെസോസ് സഭയെ കർത്താവ് നോക്കിയപ്പോൾ അവർ എന്തെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ആ പ്രവൃത്തികളെല്ലാം മണലിന്മേലുള്ള വീട് പണിയായിരുന്നു. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം ഇട്ടുള്ള വീട് പണിയായിരുന്നില്ല അത്. കാരണം യേശു കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയോ തമ്മിൽ സ്നേഹിക്കുകയോ ചെയ്യാതെ അനുസരണമില്ലാത്ത സഭയായിരുന്നു എഫെസോസ് സഭ. ദൈവവചനത്തോട് യാതൊരു കൂറും അവർക്കില്ലായിരുന്നു. ജോസഫിൻ്റെ ജീവിതത്തിൽ അനുസരണക്കേടില്ലായിരുന്നു. അവൻ ദൈവത്തെ അനുസരിക്കുമായിരുന്നു. കഷ്ടതയും പ്രയാസങ്ങളും അവനെ പിന്തുടർന്നു. എങ്കിലും അവൻ പാപത്തെ ജയിക്കുന്നവനായിരുന്നു. പാപത്തെ വെറുക്കുന്നവന് മാത്രമേ പാപത്തെ ജയിക്കുവാൻ കഴിയൂ. ജോസഫ് പാപത്തെ വെറുക്കുന്നവനും ദൈവസന്നിധിയിൽ വിശ്വസ്തനുമായിരുന്നു. അതുകൊണ്ട് തന്നെ യഹോവയായ ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ കൈ തൊട്ടതെല്ലാം ദൈവം അനുഗ്രഹിച്ചു. തൻ്റെ യജമാനനായ പോത്തിഫർ കാണത്തക്കവണ്ണം ദൈവം ജോസഫിനെ മാനിച്ചു. നാം ജോസഫിനെ പോലെ ജയിക്കുന്നവരാകണമെന്ന് യേശു കർത്താവ് അരുളി ചെയ്യുന്നു. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ അല്പം പ്രയാസം നേരിട്ടാലും ദൈവവചനം അനുസരിക്കുന്ന കാര്യത്തിൽ നാം ഉത്സാഹം ഉള്ളവർ ആകണം. അങ്ങനെയായാൽ നാം എവിടെയായിരുന്നാലും, അത് ഇനി മരുഭൂമിയിലായാലും, അവിടെ നമ്മെ രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു കടന്നു വരും. യേശു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അകത്ത് വരുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും എണ്ണയിരിക്കുന്ന ഭരണിയും അനുഗ്രഹിക്കപ്പെടും. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നാം കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ നമ്മെ ധിക്കരിക്കുവാനോ നമ്മോട് ആക്രോശിക്കുവാനോ നമ്മുടെ മക്കളെ കർത്താവ് അനുവദിക്കുകയില്ല. നമ്മോട് അവർക്ക് കരുണ തോതുമാറാക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അടിമയായിരുന്ന കൊച്ചു ജോസഫിനെ ധിക്കരിക്കുവാൻ ദൈവം പോത്തിഫറിനെ അനുവദിച്ചില്ല. ജോസഫിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ്. ആകയാൽ നമുക്കും ജോസഫിനെ പോലെ കർത്താവിൻ്റെ കൽപ്പനകൾ എഴുതിയിട്ടുള്ള ബൈബിൾ വായിക്കുകയും അതിലെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് പാപത്തെ വെറുത്ത് ദൈവത്തിൻ്റെ പ്രിയമക്കളായി ജീവിച്ചുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. സ്വന്തമായി ഭവനമില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് സ്വന്തമായി ഭവനം കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ജോലി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.